ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു സ്റ്റീഫൻ സ്പിൽബർഗ് സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലുള്ളൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. മൂവിയുടെ പേര് ഡിസ്ക്ലോസർ ഡേ. അപ്പോൾ മൂവിയെ പറ്റി വേറെ ഒന്നും പറയുന്നില്ല, ഫ്രഷ് ആയിട്ട് കണ്ടോ. സ്റ്റീഫൻ സ്പിൽബർഗിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മൂവിയും ഇഷ്ടപ്പെടും. അതുപോലുള്ള വേറെ ലെവൽ സംഭവം. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ദേ ഞാനിവിടെ ഉണ്ട്. അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അധികമായിട്ട് ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു 2 ലക്ഷം സബ് നിങ്ങളെ കൊണ്ട് അത് കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. 2 ലക്ഷം സബ്ബായി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഇതിൽ ചിലർക്കറിയാം, പക്ഷെ ചിലർക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ആ ഒരു കാര്യം മറക്കാതെ ചെയ്തേക്കുക, ഇപ്പം തന്നെ ചെയ്തേക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് ഒരു റെസ്ലിംഗ് സ്റ്റേജിൽ നിന്നാണ്. ഇപ്പോൾ നല്ല രീതിയിൽ റിങ്ങിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. കാണികളെല്ലാവരും മാർത്ത് വിളിച്ച് അവരുടെ സന്തോഷം എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഈ ഒരു ഫൈറ്റ് ആസ്വദിക്കാതെ അവൻ പേടിച്ചിരിക്കുന്നു. ഇവന്റെ പേരാണ് ഡാനിയൽ, ഈ കഥയിലെ ഹീറോ. ഇപ്പൊ അവൻ അങ്ങനെ പേടിച്ചിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വോഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ നിന്നും സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് ഡേറ്റയും കാര്യങ്ങളെല്ലാം മോഷ്ടിച്ചിട്ട് ഇവൻ അവര് കാണാതെ ഒളിച്ചു കഴിയാണ്. ഇപ്പൊ അതേസമയം തന്നെ ആ ഒരു കമ്പനിയിലെ ആളുകളുണ്ടല്ലോ, അവരും നമ്മുടെ ഡാനിയലിനെ പിടിച്ച് അവന്റെ പിറകിൽ തന്നെയുണ്ട്. എന്നിട്ടൊരു തോക്ക് കാണിച്ച് മര്യാദയ്ക്ക് നിന്റെ ആ ഒരു ബാഗ് അവിടെ വെച്ചിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഗേൾ ഫ്രണ്ട് ജെയിൻ, അവൾക്കത് വലിയ പ്രശ്നമാവുമെന്ന് പറയുന്നതും ഇപ്പോൾ വേറെ വഴിയില്ലാതെ ആ ഒരു ബാഗ് ഈ കമ്പനിയിലെ ആളുകൾക്ക് കൊടുക്കുന്നതും അവരിപ്പോൾ വെളിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് അവൻ മോഷ്ടിച്ച ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടല്ലോ, അതടങ്ങിയ പെൻഡ്രൈവും മറ്റു കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ഒരുപാടുണ്ട്. അങ്ങനെ അതേസമയം ഈ ഒരു കമ്പനിയിലെ ഓണർ ആയിട്ടുള്ള നോവ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മൂവിയിലെ വില്ലനാണ്. അവൻ അവിടേക്ക് വന്ന് ഡാനിയലിനെ കാണുന്നു. എന്നിട്ട് അവനോട് സംസാരിക്കുന്നു. നല്ല ദേഷ്യമുണ്ട്. കൂടാതെ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന ഡാനിയലിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ജെയിൻ, അവളെയും ഡാനിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുത്തിയിട്ട് ഇപ്പൊ അവന്റെ കയ്യിൽ ആ ബാഗിൽ പ്രത്യേകതരം ഒരു ബോക്സ് ഉണ്ട്. അത് നോവ എടുത്ത് തുറന്നു നോക്കുന്നതും അതിനകത്തൊന്നുമില്ല. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഡാൻ ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരു ഏലിയൻ ഡിവൈസ് ഉണ്ട്. ആ ഒരു ഡിവൈസ് എടുത്ത് ഇവരെല്ലാവരും കാണിക്കുന്നതും ഇപ്പൊ നോവയുടെ കൂടെയുള്ള ആ ഒരു ആളുകൾ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ നോവ പറയും, ഇല്ല അവനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നല്ല, അവന്റെ കയ്യിലിരിക്കുന്ന, നമ്മുടെ ഹീറോയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. അത് അവന്റെ കയ്യിലുള്ളിടത്തോളം കാലം നോവയ്ക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ ആ ഒരു ഡിവൈസും കാണിച്ചിട്ട് ഇവരുടെ കാറിന്റെ പിറകില് നമ്മുടെ ഡാനിന്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങി വെച്ച ആ ഒരു ബാഗ് കാറിന്റെ പിറകിൽ നിന്ന് എടുത്ത് അവരുടെ കാറും എടുത്ത് ഡാൻ അവിടെ നിന്ന് ജെയിനിനെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. ഇവർക്ക് എന്തായാലും ഫോളോ ചെയ്ത് പോകാനായിട്ട് കഴിയും. അങ്ങനെ ഈ വണ്ടിയിൽ കുറെ ദൂരം പോകുമ്പോഴത്തേക്കാണ് ജെയിൻ ഇപ്പോൾ ഡാനിനോട് ചോദിക്കുന്നത്, അല്ല ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത്? നീ ജോലി ചെയ്ത ആ ഒരു കമ്പനിയിലെ അവർ തന്നെ നീ ചതിക്കുവാണോ? എന്തിനാ ആ ഒരു കമ്പനിയിലെ ഡേറ്റാസ് എല്ലാം മോഷ്ടിച്ചത്? എന്താ ഒരു ഡിവൈസ് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഡാൻ പറയും, അതെല്ലാം സമയമാകുമ്പോഴത്തേക്കും ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞ ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അത് മാത്രം സേഫ് ആയിട്ട് ആ ഒരു ബോക്സിനുള്ളിലേക്ക് കയറ്റി വെക്കും, ആ ഒരു ഏലിയൻ ഡിവൈസ്. എന്നിട്ട് നമ്മുടെ ഡാൻ പെട്ടെന്ന് ഹ്യൂഗോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ വിളിക്കുന്നുണ്ട്. അവനോട് വിളിച്ച് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും, ഇതുപോലെ വോഡെക്സ് കമ്പനിയിലെ നോവ എന്നെ പിടിച്ചതായിട്ടും ജെയിനെ പിടിച്ചു വെച്ചു, പിന്നെ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലാണ് ഞാൻ അവളെ രക്ഷപ്പെടുത്തിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള എല്ലാ വിവരങ്ങളും ഹ്യൂഗോയോട് പറയുമ്പോഴത്തേക്ക് ഹ്യൂഗോ പറയും, ഓക്കെ നിങ്ങൾ മാക്സിമം അവരുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടു പോ, സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ എത്ത് എന്നെല്ലാം പറയുന്നുണ്ട്. അതുമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഹ്യൂഗോ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനാണ് ഡാനിനോട് ഈ ഒരു കമ്പനിയിലെ പ്രധാന ഡേറ്റയും കാര്യങ്ങളെല്ലാം മോഷ്ടിക്കാനായിട്ട് പറഞ്ഞത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഹ്യൂഗോയും ഒരു കാലത്ത് വോഡെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നോവ എന്ന് പറഞ്ഞാൽ അവൻ എത്രത്തോളം ഡേഞ്ചർ ആണെന്നും അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഹ്യൂഗോയ്ക്ക് അറിയാം. അതുകൊണ്ടായിരിക്കണം ഈ ഒരു കാര്യങ്ങളെല്ലാം മോഷ്ടിക്കാനായിട്ട് പറഞ്ഞത്. ഇതേ സമയം നമ്മുടെ നോവയെ കാണിക്കുമ്പോൾ അവൻ നേരെ അവന്റെ ആ ഒരു കമ്പനിയിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും നമ്മുടെ ഡാനിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റിയിൽ. കാരണം ആ ഒരു രാജ്യത്ത് തന്നെ അവൻ എവിടെ പോയാലും കണ്ടുപിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മുടെ ഡാനിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവൻ ഇവരുടെ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചത് ഒരു സാധാരണ കാര്യമല്ല. 19 വർഷത്തോളം സീക്രട്ട് ആയിട്ടുള്ള കുറെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വെളിയിലെത്തിക്കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നോവ എത്ര കഷ്ടപ്പെട്ടായാലും അവനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ ഇവിടെ വെച്ചിട്ട് നോവയ്ക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ട്. എന്താന്ന് വെച്ചാലേ, നോവയുടെ ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കുറെ പേര് ഹ്യൂഗോ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, അവനോടൊപ്പം ഇവിടെ നിന്ന് പോയിരുന്നു. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ കാര്യങ്ങൾ മോഷ്ടിക്കാനും നമ്മുടെ ഡാനിനെ സഹായിക്കാനും പ്രധാന കാരണക്കാരാണെന്നുള്ള കാര്യം നോവ ഇപ്പോൾ മനസ്സിലാക്കും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡാനും ജെയിനും നേരെ പോകുന്നത് ഒരു നണ്ണിന്റെ അടുത്തേക്കാണ്. അവര് നമ്മുടെ ജെയിനിനെ അറിയാവുന്നത് കൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. ഇപ്പോൾ ജെയിനെ കാണുമ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. ഇവർ രണ്ടുപേരും അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ തലയിലും കയ്യിലെല്ലാം ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിന് മരുന്നെല്ലാം വെച്ചു കൊടുക്കണം അവര്. ഇപ്പോൾ നമ്മുടെ ജെയിനിനെ ഇവർക്ക് നല്ലതുപോലെ അറിയാൻ കാരണം വേറൊന്നുമല്ല, ഇതിനു മുന്നേ നമ്മുടെ ജെയിൻ ഈ ഒരു ചർച്ചിലെ നണ്ണായിരുന്നു.
അതിനുശേഷമാണ് അവൾ അതിൽ നിന്ന് വെളിയിലേക്ക് വന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ ആ ഒരു നണ്ണാണെങ്കിലോ ഇവർക്ക് രണ്ടുപേർക്കും ഒരു റൂം കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും റൂമിലെത്തുമ്പോഴാണ് ഡാൻ ആകെ ടെൻഷനിൽ നടക്കാണ്. ഇത് കാണുന്ന ജെയിൻ ആണെങ്കിലോ ഡാനോട് ചോദിക്കും, ശരി എന്താ നിന്റെ പ്രശ്നം, നീ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്ന ആ ഒരു രഹസ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡാൻ പറയും, ഇപ്പൊ അത് നിനക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കാരണം ഞാൻ നിന്നിൽ നിന്ന് ഒളിപ്പിക്കുന്ന ആ ഒരു കാര്യം അതൊരു സാധാരണ കാര്യമല്ല. ഈ ലോകത്തുള്ള ഏത് മനുഷ്യൻ അതിനെപ്പറ്റി അറിഞ്ഞാലും അവർ ഈ ഒരു ലോകത്തെ കാണുന്ന രീതി തന്നെ മാറും. അതറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീയും എന്നെ വിട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ജെയിനൊന്നും മനസ്സിലാവുന്നില്ല ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. ഇതേ സമയം മറ്റൊരിടത്ത് ക്യാൻഗ എന്ന് പറഞ്ഞൊരു സിറ്റി, അവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ മാർഗരറ്റ് താമസിക്കുന്നത്. അതുപോലെ അവളൊരു ന്യൂസ് ചാനലിൽ റിപ്പോർട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വെതർ ന്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് അവൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മാർഗരറ്റ് അവൾ എന്നത്തെയും പോലെ തന്നെ വീട്ടിൽ നിന്നും ജോലിക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. ഇതേ സമയം മാർഗരറ്റിന്റെ ഭർത്താവ് ജാക്സൺ അവൾ ആ ഒരു ന്യൂസ് വായിക്കുന്ന കാര്യമുണ്ടല്ലോ അത് പ്ലേ ചെയ്തിങ്ങനെ കാണുന്നുണ്ട്. കാരണം അവളുടെ സൗന്ദര്യം മാത്രമല്ല, അവൾ ന്യൂസ് വായിക്കുന്ന ആ ഒരു സ്റ്റൈലും അവന് ഇഷ്ടമാണ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും മാർഗരറ്റിന് ചെറിയ നാണം വരുന്നുണ്ട്. അപ്പൊ ന്യൂസ് വായിക്കുമ്പോഴത്തേക്കും മാർഗരറ്റ് റഷ്യയും കൊറിയയും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൽ വേൾഡ് വാർ എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള ആ ഒരു ന്യൂസ് വായിക്കുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന നമ്മുടെ ജാക്സന് ചെറിയ പേടി വരുന്നുണ്ട്. എന്നിട്ടാണ് ജാക്സൺ പറയുന്നത്, എന്തായാലും നമുക്ക് പതിയെ പതിയെ ഒരു ടൗൺ വിട്ടിട്ട് ചെറിയൊരു പട്ടണത്തിലേക്ക് മാറണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ആ ഒരു കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ ആ ഒരു വീടിനകത്തേക്ക് ഒരു ചുവന്ന നിറത്തിലുള്ള കിളിയുണ്ടല്ലോ അത് പറന്നു കയറുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഇവർ രണ്ടുപേരും കഴിക്കാനായിട്ട് വന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ഒരു കിളി അത് പറന്നു വന്ന ആ ഒരു ടേബിളിലേക്ക് ഇരുന്നിട്ട്, അത് സാധാരണയായിട്ട് വന്നിരിക്കുന്നതല്ല, നമ്മുടെ മാർഗരറ്റ് ഉണ്ടല്ലോ അവളെ തന്നെ കുറെ നേരം നോക്കിയിരിക്കുന്നു. ഇത് കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് നമ്മുടെ മാർഗരറ്റ് ഈ ഹിപ്നോട്ടൈസ് ആവുമല്ലോ അതുപോലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്, അതിനെ തന്നെ നോക്കി നിൽക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കിളിയാണെങ്കിൽ പറന്നു പോകുന്നുണ്ട്. അപ്പൊ അത് പറന്നു പോകുന്നത് മാർഗരറ്റ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് നമ്മുടെ ജാക്സനുമായിട്ട് സാധാരണ രീതിയിൽ സംസാരിക്കുകയാണ്. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. വേറെ ഒന്നല്ല, ഇത്രയും നേരം ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മാർഗരറ്റ് പെട്ടെന്ന് ജാക്സനോട് റഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്നു. ഇവനാണെങ്കിലും മനസ്സിലാവുന്നില്ല ഇവൾ എന്തുകൊണ്ടാണ് ഈ ഒരു റഷ്യൻ ഭാഷ സംസാരിക്കുന്നതെന്ന്. കാരണം മാർഗരറ്റിനാണെങ്കിലോ റഷ്യൻ ഭാഷ അറിയത്തുപോലുമില്ല. അതുമല്ല മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഹീറോയിൻ അറിയാം അവള് റഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നതെന്ന്. പക്ഷെ അവൾക്ക് പോലും അത് മനസ്സിലാവുന്നില്ല അവൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്. ആ ഒരു ബോധ്യം അവൾക്കുണ്ട്. എന്നിട്ട് ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് ടൈമായി. അതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഫുഡ് പോലും നേരെ ചൊവ്വേ കഴിക്കാൻ കഴിയാതെ ഡ്രസ്സ് എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് താഴേക്ക് വന്ന് അവളുടെ കാറും എടുത്ത് ഇപ്പോൾ നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവൾ എന്തോ ഒരു ട്രാഫിക് റൂള് വയലേറ്റ് ചെയ്യും. അത് കാരണം ഒരു പോലീസ് വണ്ടി പുറകെ തന്നെ വന്നിട്ട് അവളെ നിർത്തി. ഇപ്പൊ കാറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൾക്ക് ഓഫീസിനും ടൈമായി. കാരണം ന്യൂസ് കറക്റ്റ് സമയത്ത് വായിക്കണമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവളും ആകെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ ആ പോലീസുകാരൻ ഇപ്പോൾ അടുത്തേക്ക് വന്നിട്ട്, മാഡം നിങ്ങളെ ഡ്രൈവിംഗ് ലൈസൻസ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയുന്നതും പെട്ടെന്ന് ആ ഒരു പോലീസുകാരന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അയാളുടെ മനസ്സിനുള്ളിൽ എന്താണ് ഓടുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ മാർഗരറ്റിന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവൾ പറയും, നിങ്ങളുടെ ഡിവോഴ്സിന് കാരണം നിങ്ങളല്ല, നിങ്ങളുടെ ഭാര്യയായിട്ട് ഇനി നല്ല സന്തോഷമായിട്ടുള്ള ജീവിതമായിരിക്കും, നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരന് മനസ്സിലാവുന്നില്ല മാർഗരറ്റ് എങ്ങനെയാണ് തന്റെ ജീവിതത്തിലെ ആ ഒരു കാര്യം അല്ലെങ്കിൽ തന്റെ മനസ്സിലോടുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ അത് മനസ്സിലാക്കിയതെന്ന്. ഇതേ കാര്യം മാർഗരറ്റിനും അറിയാം അവൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്. പക്ഷെ അതെങ്ങനെയാണെന്ന് അവൾക്ക് അറിയത്തില്ല. പക്ഷെ അതൊന്നും ഇപ്പോൾ വലിയ കാര്യമാക്കാതെ അവൾ നേരെ ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ കാർ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് ഓഫീസ് റൂമിലേക്ക് കയറി. ഇപ്പോൾ ന്യൂസ് വായിക്കുന്നതിന് മുന്നേ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതെല്ലാം ചെയ്തിട്ട് അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മാർഗരറ്റിന്റെ ആ ഒരു ലൈവ് തുടങ്ങാനായിട്ട് വരുന്നതും അവൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ആ ഒരു സ്ക്രീനിൽ മുന്നിലേക്ക് വന്നിരുന്ന് ഇപ്പോൾ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവളുടെ ശബ്ദമെല്ലാം മാറുന്നു, പല്ലുകൾ കൂട്ടിയിടിക്കുന്നത് പോലെ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കാൻ തുടങ്ങാണ്. അതൊരു സംസാരമാണെന്ന് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു ഏലിയൻ ഭാഷ പോലെ അവൾ ശബ്ദം ഉണ്ടാക്കി പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഷോ ആണെങ്കിൽ ലൈവായിട്ട് കൂടി നടക്കുകയല്ലേ, ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാർഗരറ്റ് എന്താണ് പറയുന്നതെന്ന് പോലും ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ മാർഗരറ്റ് പറഞ്ഞു തീരുന്നതും പെട്ടെന്ന് അവൾ മയങ്ങി താഴേക്കൊന്ന് വീഴുന്നു. ഇതേ സമയം അടുത്ത ദിവസം ചർച്ചിൽ എഴുന്നേൽക്കുന്ന നമ്മുടെ ജെയിനോട് ഡാൻ വന്ന് പറയുന്നത്, ഹേയ് ജെയിൻ, നീ ഇവിടെ തന്നെ ഇരിക്കും, നീ ഇവിടെ നിൽക്കുന്നതാണ് സേഫ്, എന്നോടൊപ്പം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമാവും എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കുറച്ച് ഇമോഷണൽ ആയിട്ട് തന്നെ അവിടെ നിന്ന് സംസാരിച്ചേ. ഇപ്പോൾ നമ്മുടെ ജെയിനിനെ അവിടെ ഇരുത്തിയിട്ട് ഡാൻ ഇപ്പോൾ വെളിയിലേക്ക് വരും. അപ്പോൾ ഹ്യൂഗോ പറഞ്ഞു വിട്ട് ഒരുത്തനുണ്ട്, അവന്റെ പേര് ചാടെന്നാണ്. അപ്പോൾ ഇവനാണ് നമ്മുടെ ഡാനിനെ അടുത്ത സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അങ്ങനെ ചാടിനോടൊപ്പം കാറിലേക്ക് കയറിയിരിക്കുന്നതും പെട്ടെന്ന് നമ്മുടെ ജെയിന് മോടി വന്ന ആ ഒരു കാറിലേക്ക് കയറിയിട്ട്, ഓക്കെ എന്ത് പ്രശ്നം വന്നാലും ഞാനും നിന്നോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൻ എത്ര പറഞ്ഞാലും കേൾക്കാതെ അവനോടൊപ്പം വരാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. അങ്ങനെ ചാടും തന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരെ രണ്ടുപേരെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വോഡക്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിലെ നോവയുടെ ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും ഇവരെ കണ്ടുപിടിച്ചിട്ട് ഇവർ താമസിച്ചിരുന്ന ആ ഒരു ചർച്ച് ഉണ്ടല്ലോ അവിടേക്ക് പോവാണ്. അവർ കാണാതെ ഇവർ രണ്ടുപേരും ഒളിച്ചങ്ങിരിക്കും.
എന്നിട്ട് ഹ്യൂഗോയെ വിളിക്കുമ്പോഴത്തേക്കും ഹ്യൂഗോ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വീട്, നീ ഉടനെ തന്നെ അവിടേക്ക് പോകണം, അതായിരിക്കും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലമെന്നും പറഞ്ഞ് ഡാനിനെ ജെയിനെ അവിടേക്ക് കൊണ്ടുപോവാണ്. ഇതേ സമയം നോവയുടെ ആ ഒരു കമ്പനിയിൽ കാണിക്കുമ്പോൾ നോവ ഇപ്പോൾ FBI ഏജന്റ് ഉണ്ടല്ലോ, അവരെല്ലാവരെയും കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇപ്പോൾ FBI നോവയോടൊപ്പം ചേർന്നിട്ട് നമ്മുടെ ഡാനിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നോവ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ കാര്യമാണ് അവൻ മോഷിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് താഴേക്ക് വരുമ്പോഴത്തേക്കാണ് നോവയുടെ ഒരു സഹായി, ഒരു ലേഡി വന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇതുപോലെ ലൈവിൽ സംസാരിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു ഭാഷ, അതിനെപ്പറ്റി ലോകത്തുള്ള വേറെ ആർക്കും ഒന്നും അറിയത്തില്ല, ആ ഒരു ഭാഷ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നോവയ്ക്ക് മാത്രം അതെന്താണെന്ന് മനസ്സിലായി. എന്താണെന്ന് വെച്ചാലേ അതൊരു ഏലിയൻ ലാംഗ്വേജ് ആണ്. അതും വോഡെക്സിൽ ഇതിനു മുന്നേ തന്നെ റെക്കോർഡ് ചെയ്തു വെച്ച ഒരു ഏലിയൻ ലാംഗ്വേജ്. അതിപ്പോ മാർഗരറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ആ ലേഡി ആരായാലും അവളെ കണ്ടുപിടിച്ചോണ്ട് വരാൻ പറയും. ഇതേ സമയം നമ്മുടെ മാർഗരറ്റിനെ കാണിക്കുമ്പോൾ അവളുടെ സ്വഭാവത്തിൽ ഇതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത് കൊണ്ടും എന്തെങ്കിലും അസുഖത്തിന്റെ തുടക്കമാണോ എന്നുള്ള വിചാരിച്ച് അവളിപ്പോൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യാനായിട്ട് പോയേക്കാണ്. അങ്ങനെ മാർഗരറ്റ് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ആ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതേ സമയം ഇവിടെ ഡാനിനെ കാണിക്കുമ്പോൾ ചാടുണ്ടല്ലോ, അവനിപ്പോൾ ഡാനിനെ ജെയിനെ നേരെ കൊണ്ടുവരുന്നത് നമ്മുടെ ഹ്യൂഗോ തയ്യാറാക്കി, അതും ഈ പട്ടണത്തിൽ നിന്നും കുറേ ഉള്ളിലേക്കുള്ള ഒരു പഴയ വീട്. അപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് മറ്റു കാര്യങ്ങളൊന്നും അധികമായിട്ടും ഇല്ലാത്തൊരു സ്ഥലമാണിത്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരും കണ്ടുപിടിക്കാനായിട്ട് നോവയുടെ ടീമിന് കുറച്ച് പാടായിരിക്കും. അങ്ങനെ ഇവരെ രണ്ടുപേരും ആ ഒരു വീടിനടുത്തേക്ക് ഇറക്കി വിട്ടിട്ട് രണ്ടുപേരും ഇപ്പോൾ വീടിനകത്തേക്ക് കയറി അവരുടെ ബാഗും കാര്യങ്ങളെല്ലാം ആ ഒരു വീട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ ജെയിനും ഡാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ആ വീടിന് ചുറ്റും കുറെ മാനുകള് മേഞ്ഞോണ്ട് നടക്കുമായിരുന്നു. പെട്ടെന്ന് ഇവരെ രണ്ടുപേരും ആ ഒരു വീടിനകത്തേക്ക് നമ്മുടെ ഡാനിനെ തന്നെ കുറേ നേരമായിട്ട് നോക്കി നിൽക്കുന്നു. ഇപ്പോൾ ജെയിനാണെങ്കിലും അത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഡാൻ ആണെങ്കിലോ ആ ഒരു അനിമൽസായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ അവന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ജെയിൻ വന്നിട്ട് ആ ഒരു മാനുകളെല്ലാം അവിടെ നിന്ന് ഓടിച്ചു വിട്ട് ഇപ്പോഴും നമ്മുടെ ജെയിൻ ഡാനോട് ചോദിക്കുകയാണ്, ഇപ്പോഴും നീ എന്തായി മറച്ചു വെച്ചേക്കുന്നേ, നീ എന്താണ് മോഷിച്ചാണ് വന്നത്, നീ ഒളിപ്പിക്കുന്ന ആ ഒരു രഹസ്യങ്ങളെല്ലാം പറയാൻ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ മാർഗരറ്റിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ ബോഡിക്കും അതേപോലെ തന്നെ ബ്രെയിൻ ഇതിനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. പക്ഷേ ഈ മാർഗരറ്റിന്റെ അച്ഛന് പണ്ട് എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ഭാഗമായിരിക്കും എന്നും പറഞ്ഞിട്ട് ആ ഒരു അസുഖത്തെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോൾ മാർഗരറ്റ് പറയും, അല്ല ആ ഒരു അസുഖത്തെ പറ്റി എന്തിനാ പറയുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു വിഷയം അവിടെ വെച്ച് അവൾ നിർത്തുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് റൂമിന് വെളിയിൽ കോട്ടി സ്യൂട്ടിലായിട്ടിട്ട് കുറച്ചുപേർ നിൽക്കുന്നത് ഹീറോയിൻ കാണുന്നത്. അപ്പോൾ മാർഗരറ്റ് ആ ഒരു ഡോക്ടറിനോട് ചോദിക്കും, അല്ല ഡോക്ടർ ഇവരാരാന്ന് ചോദിക്കുമ്പോൾ അവരെന്തോ കേസിന്റെ ഭാഗമായിട്ട് വന്നേക്കാണ് എന്ന് പറയുന്നത് നമ്മുടെ മാർഗരറ്റ് അതിലുള്ള ഒരുത്തിനെ ശ്രദ്ധിച്ചു നോക്കുന്നതും അവൻ നമ്മുടെ മാർഗരറ്റിനെ നോക്കുമ്പോഴത്തേക്കാണ് മാർഗരറ്റ് നേരത്തെ തന്നെ അവൾക്കൊരു പവർ കിട്ടിയിരുന്നല്ലോ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള, അതുപോലെ ഇവന്റെ മനസ്സ് വായിച്ചിട്ട് ഇവർ വേറെ ഒന്നിനും വന്നതല്ല, നമ്മുടെ മാർഗരറ്റിനെ പിടിക്കാൻ തന്നെയാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം മാർഗരറ്റ് മനസ്സിലാക്കി ഇപ്പോൾ ജാക്സനോട് പറയും, ജാക്സൺ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് പോകണം, അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജാക്സനെ വിളിച്ച് നേരെ പുറകിലത്തെ റൂമിലേക്ക് വന്നിട്ട് ഡ്രസ്സെല്ലാം മാറി ഇവര് രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവര് കാണാതെ രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിന് വെളിയിലേക്ക് വരികയാണ്. ഇതേ സമയം നമ്മുടെ ഡാനിനെ ജെയിനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഡാൻ അവൻ അവളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം എന്താണ്, അവൻ മോഷ്ടിച്ചുകൊണ്ട് വന്ന ആ ഒരു പെൻഡ്രൈവുകളിലെല്ലാം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജെയിനിന് ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നു. ലാപ്ടോപ്പിൽ അങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് പ്ലേ ചെയ്തിട്ട്, ഓക്കെ നീ ഇത് കണ്ടു തീർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും മാക്സിമം കാണാൻ ശ്രമിക്കുന്നു പറഞ്ഞ് അത് ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നതും ഇപ്പോൾ 70 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഭൂമിയിൽ ഏലിയൻസ് വന്നതായിട്ടുള്ള വിവരങ്ങളുണ്ടല്ലോ, അതടങ്ങിയ വീഡിയോ വിവരങ്ങളാണ് ഇപ്പോൾ ആ ഒരു പെൻഡ്രൈവിലുള്ളത്. എന്താന്ന് വെച്ചാൽ ഈ ഒരു ഏലിയൻസ് എങ്ങനെയോ ഭൂമിയിലേക്ക് വന്നു, അതും മനുഷ്യരുമായിട്ട് ഒരു സാധാരണ രീതിയിലെ സൗഹൃദത്തിൽ പോകാനാണ് ഏലിയൻ ശ്രമിച്ചത്. ഇപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണ് ഞാൻ അവസാനം പറഞ്ഞുതരാം. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ വോഡെക്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയും അതിലുള്ള നോവയുണ്ടല്ലോ, ഇവരെല്ലാവരും ചേർന്ന് ഈ ഒരു ഏലിയൻസിനെ പിടിച്ചു വെച്ച് അവരുടെ ശരീരം വെച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ഒരു ഏലിയനെ വെച്ച് ഇവർ നടത്തി. അതേപോലെ തന്നെ ജീവനോടെ തന്നെ ആ ഒരു ഏലിയനെ പല രീതിയിൽ ടോർച്ചർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ജെയിനിന് പോലും അത് സഹിക്കാൻ കഴിയുന്നില്ല. ആ ഒരു ലാപ്ടോപ്പ് പെട്ടെന്ന് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഡാൻ ജെയിനോട് പറയും, ഇതിപ്പോൾ നടക്കുന്ന കാര്യമല്ല, കഴിഞ്ഞ 79 വർഷമായിട്ട് ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഈ ഒരു കാര്യം ലോകത്തിന് മുന്നിൽ എനിക്ക് വെളിപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കമ്പനിയിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം മോഷ്ടിച്ചതെന്ന് പറയും. അപ്പൊ ഇത്രയും വർഷം രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തെ പറ്റി ലോകത്ത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അതുകൊണ്ടാണ് നോവയും നമ്മുടെ ഡാനിന്റെ കയ്യിൽ നിന്നും ഈ ഒരു ഡേറ്റാസ് എല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി വരുന്നത്. ഇതേ സമയം നോവയുടെ ആ ഒരു കമ്പനിയിൽ വോഡെക്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിൽ കാണിക്കുമ്പോൾ ഏലിയൻ ടെക്നോളജിയിലുള്ള ആ ഒരു 3 ഡിവൈസ് ഉണ്ടല്ലോ, ഒന്ന് നമ്മുടെ ഡാന്റെ കയ്യിലിരിപ്പുണ്ട്, അത് മൊത്തത്തിൽ 3 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം മോഷ്ടിച്ചു, ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ നോവയുടെ കയ്യിലുള്ളത്. അപ്പോൾ നോവ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ബാക്കിയുള്ള ഡിവൈസ് ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അവനൊരു ബെഡിലേക്ക് കിടന്ന് അത് അവന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് നമ്മുടെ ഡാനിന്റെ ഫോട്ടോ വെച്ച് അവന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതിനിപ്പോൾ എത്ര കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു രൂപം മാത്രം കണ്ടാൽ മതി.
ഇപ്പൊ അതുപോലെ ഡാനിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നോവയെ കൊണ്ട് ഒരിക്കലും ഡാനിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ നോവയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. അതുപോലെ അവൻ വീണ്ടും അതേപോലെ തന്നെ ആ ഒരു ഡിവൈസ് വെച്ചിട്ട് ഇതേ കാര്യം പിന്നെയും ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോഴത്തേക്ക് അവന്റെ ടീം തന്നെ പറയുന്നുണ്ട്, സാർ ഇത് നിങ്ങളുടെ ശരീരത്തിന് ഭയങ്കര ആപത്താണ്, ഇത് ചെയ്യേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നോവ അത് സമ്മതിക്കത്തില്ല. ഇല്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ അത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പൊ നോവ എങ്ങനെ കിടക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് നോവയുടെ കൂടെയുള്ളൊരുത്തം പറയും, സാർ ഇപ്പോൾ ഡാനിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് അവനിപ്പോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചൂടെ എന്ന് ചോദിക്കുന്നതും ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇതേ സമയം നമ്മുടെ ജെയിനെയും ഡാനിനെയും കാണിക്കുമ്പോഴത്തേക്കും ഡാൻ ഇപ്പോൾ പറയുന്നത് ഈ ഒരു കാര്യം, ഇവർ ഇത്രയും വർഷമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു രഹസ്യങ്ങളെല്ലാം ലോകത്തിലുള്ള എല്ലാവരെയും അറിയിക്കണം, അതെങ്ങനെയെങ്കിലും ചെയ്യണമെന്നാണ് ഡാൻ വിചാരിക്കുന്നത്. പക്ഷെ ഈ ഒരു കാര്യം കണ്ടതിന് ശേഷം ജെയിൻ ആണെങ്കിലോ ഇതുപോലൊരു കാര്യം ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ എന്ത് സംഭവിക്കുന്ന ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം ഈ ഒരു ലോകത്ത് ഒരേ ഒരു സ്പീഷ്യസ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ മാത്രമാണ്. അങ്ങനെയുള്ള അവരുടെ ഇടയിലേക്ക് അവരെയും കാട്ടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ഏലിയൻസ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിനോട് നമ്മുടെ ജെയിനിന് മാത്രം വലിയ താല്പര്യമില്ല. അതും വേൾഡ് വാർ 3 കൂടി വരാൻ പോകുന്നു. ഈ ഒരു അവസരത്തിൽ ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡാൻ പറയും, ഇതാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത്, ഇതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നീ പോലും എന്നെ അംഗീകരിക്കത്തില്ലാന്ന്. എന്നിട്ട് നമ്മുടെ ഡാൻ ആണെങ്കിൽ ഇപ്പോൾ ഫോൺ എടുത്തിട്ട് നേരെ വെളിയിലേക്ക് പോകുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന്. ഇതേ സമയം നമ്മുടെ ഹീറോയിൻ മാർഗരറ്റ് ഉണ്ടല്ലോ, അവളും ജാക്സനും പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് അവരുടെ കാറും എടുത്ത് ഇപ്പോൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മാർഗരറ്റിനെ ഹ്യൂഗോ ഉണ്ടല്ലോ അവൻ വിളിക്കുന്നു. അപ്പോൾ മാർഗരറ്റ് എടുത്തിട്ട് ഇത് ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹ്യൂഗോ പറയും, നിന്റെ ലൈവ് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്, നീ ആരാണെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോൾ മാർഗരറ്റിന് അവനോട് സംസാരിക്കാണ്ട് വലിയ താല്പര്യമില്ല. ഫോൺ കട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും ഹ്യൂഗോ പറയും, നീ ഒരു സാധാരണ മനുഷ്യനല്ല, ഏലിയൻസിനും നമ്മുടെ സാധാരണ മനുഷ്യർക്കിടയിലുള്ള അവരെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് നീ എന്ന് പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ മാർഗരറ്റിന് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അവൾ എങ്ങനെയോ അവളുടെ ആ ഒരു പവർ വെച്ചിട്ട് ഹ്യൂഗോയുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് അവൾ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ ഹ്യൂഗോ പറയും, ഇപ്പൊ എന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ട്, അതുപോലെ തന്നെ നീ ഫോളോ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാൻ കഴിയത്തുള്ളൂ. അതുപോലെ ഈ ഒരു ഫോൺ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം നിന്റെ ഫോൺ നശിപ്പിക്കണം, മറ്റുള്ളവരാരും ഈ ഒരു ഫോൺ ട്രാക്ക് ചെയ്യാത്ത രീതിയിൽ അത് നശിപ്പിക്കണമെന്ന് പറയുന്നത്. ഇത് കേട്ട ഹീറോയിൻ അവളുടെ ആ ഒരു പവർ വെച്ച് തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ വെളിയിലേക്ക് ഇറങ്ങി വന്ന് അവളുടെ ഫോൺ എടുത്ത് ആ ഒരു കാറിന്റെ മുന്നിലത്തെ ടയർ ഉണ്ടല്ലോ അതിന് മുന്നിലേക്ക് വെച്ചിട്ട് കാർ അതിന് മുകളിലൂടെ കയറ്റി ഇറക്കാൻ പറയും. അങ്ങനെ ജാക്സൺ ആണെങ്കിൽ ആ ഒരു കാറ് ഫോണിന്റെ മുകളിലൂടെ കയറ്റി ഇറക്കി. അത് അപ്പോഴും പൊട്ടിയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് മാർഗരറ്റ് വീണ്ടും ആ ഒരു ഫോണിന്റെ മുകളിലേക്ക് കയറിയെന്ന് ചാടി അത് ചവിട്ടി പൊട്ടിച്ചിട്ട് ഇപ്പോൾ രണ്ടുപേരും രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. എവിടേക്കാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതേ സമയം നോവയെ കാണിക്കുമ്പോഴത്തേക്കും നോവയാണെങ്കിലോ വീണ്ടും ഇത്തവണ നമ്മുടെ ഡാനിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതെ പകരം ജെയിനിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം അവളുടെ ഫോട്ടോ ഇവരുടെ കയ്യിൽ നേരത്തെ തന്നെയുണ്ട്. അതുകൊണ്ട് ജെയിനിന്റെ ഫോട്ടോ കണ്ടിട്ട് നോവ ഇപ്പോൾ ജെയിനിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും അതും ആ ഒരു ഡിവൈസ് കയ്യിൽ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും അവൻ വിചാരിച്ചതുപോലെ തന്നെ ജെയിനിനെ അവൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം ജെയിൻ ഇപ്പോൾ ആ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു, അവളുടെ കണ്ണെല്ലാം മാറുന്നുണ്ട്. ഇതേ സമയം ഇതൊന്നും അറിയാതെ ഡാൻ ഉണ്ടല്ലോ അവനിപ്പോൾ ആ ഒരു വീടിന് വെളിയിലെ ഒരു വയല് പോലുള്ളൊരു ഭാഗമുണ്ട്, അവിടേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് ഹ്യൂഗോ അവനെ വിളിച്ചിട്ട്, ഡാൻ ഞാൻ നിനക്കൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്, നീ അത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഡാൻ ഇപ്പോൾ ആ ഒരു വീഡിയോ എന്താണെന്ന് പ്ലേ ചെയ്ത് കാണാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോയിൻ ലൈവിൽ സംസാരിച്ച ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ അത് തന്നെയാണ്. അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റാർക്കും അറിയാത്ത ആ ഒരു ഭാഷ നമ്മുടെ ഡാനിന് മാത്രം ഇംഗ്ലീഷിൽ മനസ്സിലാവുന്നു. അപ്പോൾ നമ്മുടെ മാർഗരറ്റ് പറഞ്ഞ ആ ഒരു മെസ്സേജിലുണ്ടായിരുന്ന കാര്യം എന്താണെന്നറിയോ, നിനക്കറിയാത്ത കാര്യങ്ങളിൽ ഒരിക്കലും നിനക്ക് പേടിയുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഈ ഒരു മെസ്സേജ് ഉണ്ടല്ലോ അത് നമ്മുടെ ഹ്യൂഗോട് പറയുമ്പോഴത്തേക്കാണ് ഹ്യൂഗോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെ ഡാനിനെ കൊണ്ട് ഏലിയൻസിന്റെ ലാംഗ്വേജ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഹ്യൂഗോ പറയും, ഓക്കെ ഡാൻ, നീ എത്രയും പെട്ടെന്ന് മാർഗരറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം, നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയാലേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ഡാനിന്റെ ചുറ്റിനും കാണിക്കുന്നതും ഓഹോ വീറൊന്നുമല്ല, അവന്റെ ചുറ്റിനും പെട്ടെന്ന് ഈ ഒരു ക്രോപ്പ് സർക്കിൾ എന്നൊക്കെ പറയുമല്ലോ, നിങ്ങൾ അതിനെപ്പറ്റി ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ അതുപോലെ ഏലിയൻസ് ഉണ്ടാക്കുന്ന ക്രോപ്പ് സർക്കിൾസ് അവന്റെ ചുറ്റിനെ രൂപപ്പെടുകയാണ്. ഇപ്പൊ ഇതേ സമയം ഉള്ളിലെ ജെയിനിനെ കാണിക്കുമ്പോഴത്തേക്കും അവളെ പൂർണ്ണമായിട്ട് നോവ കൺട്രോളിലെടുത്തു. എന്താന്ന് വെച്ചാൽ അവളുടെ കണ്ണിന്റെ നിറം മാറി നോവയുടെ കണ്ണായിട്ട് മാറുകയാണ്. അപ്പൊ ഇതിനെല്ലാം കാരണം നോവയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഏലിയൻ ഡിവൈസ് ഉണ്ടല്ലോ അതാണ്. ഇപ്പോൾ നമ്മുടെ നോവ ജെയിനിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവളോടും എതിർവശത്തുള്ള ആ ഒരു കസേരയിൽ ഇരിക്കാൻ പറയും. എന്നിട്ട് നോവ പറയും, നിനക്ക് ഞാൻ ആരാണെന്ന് ഒരിക്കലും അറിയത്തില്ല, പക്ഷെ നിന്റെ ബോയ് ഫ്രണ്ട് ഡാൻ ഇനി എന്നെ നല്ലതുപോലെ അറിയാം, കാരണം അവനിപ്പോ അവന്റെ കയ്യിലുള്ള ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ലോകത്തെ തന്നെ നശിപ്പിക്കാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവളുടെ മനസ്സ് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഈ ഒരു ലോകത്തെ രക്ഷിക്കേണ്ടത് നീയും കൂടിയാണ്, അതിനു വേണ്ടിയിട്ട് നീ എന്നെ സഹായിക്കണം, നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് എന്നുള്ള ആ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ പറയാൻ പറയുമ്പോൾ
സത്യത്തിൽ നമ്മുടെ ജെയിനിനും അറിയത്തില്ല ഇവരെവിടെയാണുള്ളത്, ആ ഒരു സ്ഥലത്തിന്റെ പേരോ അങ്ങനെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. അപ്പോൾ നോവ പറയും, ശരി നിനക്ക് ഓർമ്മയുള്ളത് പറയും. നിങ്ങൾ ആ ഒരു ചർച്ചിൽ നിന്ന് പുറപ്പെടുമ്പോഴത്തേക്കും പോയ ആ ഒരു വഴി ഏതായിരുന്നു, എവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു റൈറ്റ് എടുത്തു, വരുന്ന വഴിക്ക് പുഴകളുണ്ടായിരുന്നോ പാലം ഉണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതെല്ലാം അവൾ കണ്ടതുകൊണ്ട് അതെല്ലാം കറക്റ്റായിട്ട് അവൾക്ക് അറിയാം. അപ്പൊ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ നോവയുടെ കൂടെയുള്ള ആളുകൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അതുപോലെ തന്നെ അവർ നോട്ട് ചെയ്ത് ഇപ്പൊ ആ ഒരു ചർച്ചിൽ നിന്ന് പോകാനായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ മാപ്പ് ഉണ്ടല്ലോ അതെടുത്ത് ഇവള് പറയുന്ന വഴി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇവരുടെ ആളുകളെ പെട്ടെന്ന് തന്നെ അവിടേക്ക് അയക്കാണ്. ഇപ്പൊ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് മറ്റൊരു കാര്യം കൂടി നോവ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജെയിനിനെ അങ്ങനെ കൺട്രോൾ എടുത്തിട്ട് ഈ ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിന്റെ ബോയ് ഫ്രണ്ടിനെ നീ കൊല്ലണമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ഒരു കത്തി എടുക്കാനായിട്ട് അവൻ ആവശ്യപ്പെടുന്നതും അവൾ അതുപോലെ തന്നെ ഒരു കത്തി എടുത്ത് അവളുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. ഇതാണ് ആദ്യമേ ഡാൻ പറഞ്ഞത്, നീ എന്റെ കൂടെ വരണ്ടെന്ന്. ഇപ്പൊ അവൾ കാരണം തന്നെ അവന് പണി കിട്ടാൻ പോകുന്നു. ഇപ്പൊ ഇതേ സമയം ഇവിടേക്ക് വരുന്ന നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ മാർഗരറ്റ്, അവൾക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം എങ്ങനെയും മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഉടനെ തന്നെ മാർഗരറ്റ് ജാക്സന്റെ ആ ഒരു ഫോൺ വാങ്ങിയിട്ട് നമ്മുടെ ഡാനിനെ വിളിച്ച്, ഡാൻ ഞാനാണ് മാർഗരറ്റ്, ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്ക്, നീ ഒരിക്കലും ആ ഒരു വീട്ടിലേക്ക് പോകരുത്. കാരണം നീ എവിടെയാണെന്നുള്ള കാര്യം വോഡക്സ് കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ നിന്റെ ഗേൾ ഫ്രണ്ടിനെയും കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു വീട്ടിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡാനിന് ഒരിക്കലും അത് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം വീടിനകത്തുള്ളത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ. അങ്ങനെ ഡാൻ പെട്ടെന്ന് ആ ഒരു വീടിനടുത്തേക്ക് ഓടിപ്പോവാണ്. അങ്ങനെ ഓടിപ്പോയിട്ട് നോക്കുമ്പോഴത്തേക്കാണ് വോഡക്സിന്റെ ആളുകളുണ്ടല്ലോ, നോവയുടെ ആളുകൾ, അവരെ ഒരുപാട് പേര് കാറുമായിട്ട് അവിടെ വന്നിട്ട് ആ ഒരു വീട് വളഞ്ഞു നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഡാൻ വെളിയിലാണെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. ഇതേ സമയം ഡാൻ ആണെങ്കിലോ പുറകിലൂടെ വന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ട് ഇപ്പൊ അവര് കാണാതെ പതിയെ ഇഴഞ്ഞിഴഞ്ഞ് അതിലൊരു കാറിനടുത്തേക്ക് പോവാണ്. എന്നിട്ട് പെട്ടെന്ന് ആ ഒരു കാറിന്റെ അടുത്തേക്ക് വന്ന് കാറിന്റെ ഡോർ തുറന്ന്, കാരണം കീ ഉള്ള ഒരു കാറാണ് അവൻ നോക്കിയിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നല്ല വേഗതയിൽ ഇവരുടെ ഇടയിലൂടെ ഓടിച്ചുകൊണ്ട് വരും. അവർ പലരും തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഡാൻ എങ്ങനെയെങ്കിലും അവരെല്ലാം വെട്ടിച്ച് ആ ഒരു കാർ ഓടിച്ചിട്ട് നേരെ ജെയിൻ ഇരിക്കുന്ന ആ ഒരു വീടിനടുത്തേക്ക് വരും. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അങ്ങനെ കാർ നേരെ കൊണ്ടുവന്നിട്ട് ഇടിച്ച് വീടിനകത്തേക്ക് കയറ്റി ജെയിനെ വിളിച്ചിട്ട് ജെയിൻ പെട്ടെന്ന് വണ്ടിയിൽ കയറാൻ പറയുന്നതും ജെയിൻ അങ്ങനെ പെട്ടെന്ന് ഓടി വണ്ടിയിലേക്ക് കയറുമ്പോഴത്തേക്കും ഡാൻ ആണെങ്കിലോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും വീടും പൊളിച്ചിട്ട് അപ്പോൾ നമ്മുടെ നോവയുടെ ആളുകൾ ഇത് കണ്ടിട്ട് അവന്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. പിന്നീട് നടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ചേസിംഗ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജെയിൻ ഇപ്പോഴും നോവയുടെ കൺട്രോളിലാണ്. ആ ഒരു കാര്യം അവൻ അറിയത്തില്ല, അവളുടെ കയ്യിൽ കത്തിയിരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ നോവ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജെയിനിനെ അങ്ങനെ കൺട്രോളിലെടുത്തിട്ട് അവനെ കത്തി കൊണ്ട് കുത്താൻ പറയും. അപ്പൊ ഇതേ കാര്യം നമ്മുടെ ജെയിനിന് മനസ്സിലാവുന്നുണ്ട്, അവളെ ആരോ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുകയാണെന്ന്. ആ കാര്യം മനസ്സിലാക്കി അവളിപ്പോ അവളെ തന്നെ സ്വയം കൺട്രോൾ ചെയ്യാണ്. അവൻ പറയുന്ന ഒരു കാര്യങ്ങൾ അവൻ കേൾക്കുന്നില്ല. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തി എടുത്ത് അവളുടെ ഇടത്തെ കൈ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ കുത്തി കൊടുക്കും. എന്താന്ന് വെച്ചാൽ ആ ഒരു കയ്യിലാണ് നമ്മുടെ നോവ ആ ഒരു ഏലിയൻ ഡിവൈസ് പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് എന്താണ് വേദന കാരണം അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡിവൈസ് താഴെ വീഴും. ഇത് കാരണം നമ്മുടെ നോവയ്ക്ക് ജെയിനിനെ കൺട്രോൾ ചെയ്യാനും കഴിയത്തില്ല. ഇപ്പൊ ഇതേ സമയം നമ്മുടെ ഡാൻ ആണെങ്കിലോ കാർ നല്ല വേഗത്തിൽ ഓടിക്കുന്നു. നോവയുടെ ആളുകളാണെങ്കിൽ പിറകെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും അവരിൽ നിന്നല്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇപ്പൊ അടുത്തുള്ളൊരു കാടിനകത്തേക്ക് ഡാൻ കാർ ഓടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഓടിച്ചിട്ട് അവസാനം ഇവർ എത്തുന്നതാണെങ്കിലോ ഒരു കുഴിയുടെ അടുത്തേക്ക്, താഴെയാണെങ്കിൽ വെള്ളം. ഇപ്പൊ പെട്ടെന്ന് കാർ ബ്രേക്ക് അടിച്ച് നിർത്തിയിട്ട് രണ്ടുപേരും കാറിൽ നിന്ന് ചാടി ഇറങ്ങി ആ കാർ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ചിട്ട് അത് ഓടിച്ചങ്ങ് വിടും. അപ്പൊ ആ ഒരു കാർ നേരെ വന്നിട്ട് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നതും ഇവര് രണ്ടുപേരും അവിടെ ഒളിച്ചിരിക്കും. ഇപ്പൊ ഈ ഒരു വില്ലന്മാരെല്ലാം പിറകെ വന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ കാർ ഉൾപ്പെടെ വെള്ളത്തിലേക്ക് വീണതുകൊണ്ട് ഇവര് രണ്ടുപേരും മരിച്ചെന്ന് വിചാരിച്ചിട്ട് അവരവിടെ നിന്ന് ആ ഒരു കാര്യമെല്ലാം വീണ്ടും വിളിച്ചു പറയാൻ എന്നിട്ടെല്ലാം അവർ തിരിച്ചു പോകുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഇവര് രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ഈ ഒരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാർഗരറ്റും ജാക്സനും ഇവര് രണ്ടുപേരും ഇപ്പോൾ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ അടുത്ത് വണ്ടി നിർത്തുന്നു. ഇപ്പൊ ജാക്സൺ ആണെങ്കിൽ നമ്മുടെ മാർഗരറ്റ് ഈ ഒരു കാര്യത്തിന്റെ പിറകെ പോകുന്നതുകൊണ്ട് അവന് വലിയ താല്പര്യമില്ല. മാർഗരറ്റും പറയുന്നുണ്ട് നമ്മൾ വലിയൊരു ആപത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജാക്സന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ അതെന്താണെന്ന് മാർഗരറ്റ് റീഡ് ചെയ്യുന്നു. എന്താന്ന് വെച്ചാലേ നമ്മുടെ മാർഗരറ്റ് ഇങ്ങനെയെല്ലാം നടക്കുന്നതുകൊണ്ട് അവൻ വിചാരിക്കുന്നത് എന്താണ്, ഇവക്കെന്തോ ഭ്രാന്ത് പിടിച്ചെന്നും ഇവളുടെ മാനസിക നില ശരിയല്ല എന്നുള്ള രീതിയിലാണ് അവൻ ചിന്തിക്കുന്നത്. ഇപ്പൊ ഇത് മനസ്സിലാക്കുന്ന മാർഗരറ്റ് വിചാരിക്കും, ഓക്കെ ഇവളെ ഇങ്ങനെയെല്ലാം നടക്കുമ്പോഴത്തേക്ക് ആരായാലും അങ്ങനെയാണല്ലോ തോന്നുന്നത്, അതുകൊണ്ട് അവനോട് നോർമലായിട്ടുള്ള രീതിയിൽ സംസാരിച്ചേ. എന്നിട്ട് പറയും എനിക്ക് അകത്ത് പോയിട്ട് കുറച്ച് ഫുഡും വെള്ളവും വാങ്ങിയിട്ട് വരാൻ പറയും. അപ്പൊ അടുത്തുള്ള ആ ഒരു ഷോപ്പിലാണെങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടുകയാണ്. അങ്ങനെ അതിനിടയിൽ നമ്മുടെ ജാക്സനും പെട്ടെന്ന് അകത്തേക്ക് കയറി ആ ഒരു ഷോപ്പിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോഴത്തേക്കും ഇവൻ FBI വിളിച്ചിട്ട് ഇവരുള്ള ആ ഒരു ലൊക്കേഷനെ പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞിട്ട് ഇവൻ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴെന്താണ് അവന്റെ കാറും കാണുന്നില്ല, മാർഗരറ്റിനെയും കാണുന്നില്ല. കാരണം അവൾക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി. അപ്പോഴാണ് ഒരു ചെറിയ പയ്യൻ നമ്മുടെ ജാക്സനോട് ഒരു കാര്യം പറയുന്നത്. ആ ഒരു ആന്റി ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതുപോലെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പക്ഷെ നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് പോയതെന്നും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ജാക്സൺ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ ജെയിനിനെ ഡാനിനെ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഇപ്പോൾ വേറൊരു സ്ഥലത്ത് റൂമെല്ലാം ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന്
നമ്മുടെ ഹ്യൂഗോയെ വിളിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയണം. അവന് മുമ്പേ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം. അപ്പോഴാണ് ഹ്യൂഗോ മറ്റൊരു കാര്യം പറയുന്നത്, ഡാൻ നിനക്കുള്ളൊരു സ്പെഷ്യൽ പവറാണ്. നിനക്ക് ഏലിയൻസിന്റെ ലാംഗ്വേജ് സാധാരണ മനുഷ്യർ കേൾക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിൽ കേൾക്കാൻ കഴിയും. അതേപോലെ തന്നെ അത് മാത്തമാറ്റിക്കലായിട്ട് പല കാര്യങ്ങളും സോൾവ് ചെയ്യാനും പല കാര്യങ്ങളും മനസ്സിലാക്കാനും കഴിയുമെന്നെല്ലാം പറയും. അതുപോലെ നമ്മുടെ മാർഗരറ്റിനും ഇവനെ പോലെ തന്നെ പവർ ഉണ്ട്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പവറുകൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഇതുവരെയും ഹ്യൂഗോയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഡാൻ പറയും, ശരി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് സേഫായിട്ട് കൊണ്ടുപോകാൻ പറയുമ്പോഴത്തേക്കും ശരി ഞാൻ ഉടനെ തന്നെ അവിടേക്ക് ആളെ അയക്കാം എന്ന് പറയുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാൻ എന്ത് ചെയ്യുന്നത് അറിയോ? അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു ഹോട്ടലിന്റെ പേര്, ഇവരെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, പേപ്പർ, ഇതെല്ലാം വലിച്ചു കീറിക്കളയും. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ജെയിനിനെ നോവ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് തന്നെ ഇവരുള്ള ആ ഒരു ലൊക്കേഷൻ ഇവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. ഇതേ സമയം നമ്മുടെ ജെയിൻ ആണെങ്കിലോ കുളിച്ചിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ മാർഗരറ്റ് ആ ഒരു ലൈവിൽ പറഞ്ഞ ആ ഒരു കാര്യം, ആ ഒരു വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കും അതൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ അവന് മനസ്സിലായ ആ ഒരു കാര്യം, അതിന്റെ ഇക്വേഷൻസ് ഇതെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ജെയിന് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവൾ അവനെ സമാധാനിപ്പിച്ചു. ഓക്കെ നീ കുറച്ച് റിലാക്സ് ആവുന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ അവൾ തന്നെ ഒരു കയറെടുത്ത് നമ്മുടെ ഡാന്റെ കയ്യിൽ കൊടുക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നോവ ഇനി തന്നെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അവന് തന്നെ ആയിരിക്കും ആപത്ത്. അതുകൊണ്ട് നീ തന്നെ എന്നെ ഇവിടെ കെട്ടിയിടാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോവ കൺട്രോൾ ചെയ്താലും അവളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ ജെയിനിനെ അവൻ കെട്ടിയിട്ടിട്ട് ഇപ്പൊ രാത്രി രണ്ടുപേരും കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് ഓഹോ വീണ്ടും നോവ ഉണ്ടല്ലോ അവൻ ജെയിനെ കൺട്രോൾ ചെയ്യും. എന്നിട്ട് ഇപ്പോൾ പതിയെ കണ്ണൂർന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ കണ്ണിന്റെ നിറമെല്ലാം മാറി. അങ്ങനെ തന്നെ നമ്മുടെ ഡാനെ നോക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യിൽ അവനൊരു മണ്ടത്തരം കാണിച്ചിരുന്നു. ആ വലിച്ചീറിയ പേപ്പർ ഉണ്ടല്ലോ അതിലാണ് അവൻ ആ ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ എഴുതിയത്. പക്ഷേ അതെടുത്ത് കളയാൻ മറന്നുപോയി. കാരണം അതിൽ ആ ഒരു ഹോട്ടലിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കുന്നത് നോവ ഉടനെ തന്നെ തന്റെ ആളുകളോട് ആ ഒരു കാര്യം പറയുമ്പോൾ ഹ്യൂഗോ അയച്ച ചാടെന്ന് പറഞ്ഞിട്ട് ഇവരെ നേരത്തെ കൊണ്ടുപോയ ഒരുത്തനുണ്ടല്ലോ അവനും ഇവരെ രണ്ടുപേരെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോട്ടലിന് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ നോവ അയച്ച അവന്റെ ആളുകൾ, പോലീസുകാർ, ഇവരെല്ലാവരും നമ്മുടെ ഡാനിനെ പിടിക്കാൻ വേണ്ടി ആ ഒരു ഹോട്ടലിന് വെളിയിലേക്ക് എത്തി. ഇത് അകത്ത് നിന്ന് മനസ്സിലാക്കി നമ്മുടെ ഡാൻ ആണെങ്കിലോ അവന്റെ കയ്യിലുള്ള ആ ഒരു ഏലിയൻ ഡിവൈസ് ഉണ്ടല്ലോ അത് നമ്മുടെ ജെയിനിന്റെ കയ്യിൽ കൊടുത്തിട്ട് പെട്ടെന്ന് ഗ്യാസ് സിറ്റിയിലേക്ക് പോകാൻ പറയും. അവിടെ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്ക് കണ്ടുമുട്ടാന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവളെ പറഞ്ഞു വിടുന്നതും അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പകരം അകത്തേക്ക് കയറിയ പോലീസുകാരും നോവയുടെ ആളുകളും എല്ലാവരും വന്നിട്ട് നമ്മുടെ ഡാനിനെ അറസ്റ്റ് ചെയ്ത് അവന്റെ കയ്യിൽ ആ ഒരു ഡിവൈസ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ എവിടെയും കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മുടെ ഡാനിനെയും കൊണ്ട് അവർ നേരെ പോകുന്നത് നോവയുടെ അടുത്തേക്ക്. അതൊരു വലിയ ഫാക്ടറി പോലെ ഏതൊരു സ്ഥലമാണ്, അതിനുള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ അതിനുള്ളൊരു വണ്ടിയുണ്ട്, അതിനകത്തേക്ക് നമ്മുടെ ഡാനിനെ കൊണ്ടുവരുന്നത് നോവ ആദ്യം തന്നെ ഡാനിനോട് ചോദിക്കുന്നത് എവിടെ ആ ഒരു ഏലിയൻ ഡിവൈസ് എവിടെയെന്നാണ്. അതുമല്ലാതെ ഹ്യൂഗോ അവനെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇതിന് രണ്ടിനും നമ്മുടെ ഡാൻ ഒരിക്കലും മറുപടി പറയത്തില്ല. അവനൊന്നും മിണ്ടാതിരിക്കുന്നു. അപ്പോഴാണ് കാണിക്കുമ്പോൾ വെളിയിൽ നമ്മുടെ മാർഗരറ്റ് അവൾ ആ ഒരു വണ്ടിയെ ഓടിച്ചിട്ട് അവൾക്ക് കിട്ടിയ ആ ഒരു പവർ ഉപയോഗിച്ച് ഇപ്പൊ നോവയും ഡാനും എവിടെയാണെന്നുള്ള കാര്യം അവൾ മനസ്സിലാകും. എന്നിട്ട് ആ ഒരു വലിയ ഫാക്ടറി ഉണ്ടല്ലോ അതിന് വെളിയിൽ കാർ കൊണ്ട് നിർത്തുന്നതും നോവയുടെ ആളിൽ ഒരാള് നമ്മുടെ മാർഗരറ്റ് ആരാണെന്ന് പരിശോധിക്കുന്നത് മാർഗരറ്റ് ആ ഒരു സെക്യൂരിറ്റിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് അവന് വെച്ച് തന്നെ ഉള്ളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുന്നിട്ട് കാർ അവിടെ നിർത്തി. പക്ഷെ അവളാണെങ്കിലോ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയായിട്ട് കൺട്രോൾ ചെയ്ത് അവരുടെ മനസ്സ് വായിച്ച് അങ്ങനെ നടന്ന് ആ ഒരു ബസ്സിനകത്തേക്ക് കയറും. അകത്തേക്ക് കയറിയത് മാർഗരറ്റ് എന്താ ചെയ്യുന്നറിയോ? അവൾ അകത്തേക്ക് കയറുന്നതും ഇപ്പോൾ നമ്മുടെ ഡാനിനെ കെട്ടിയിട്ടേക്ക് നിന്നിട്ട് അവൾ ഷോക്കാവുന്നു. അതുപോലെ ഇവർക്ക് രണ്ടുപേർക്ക് നേരത്തെ അറിയുന്നത് പോലെ ആ ഒരു രീതിയിലാണ് ഡാനും മാർഗരറ്റും നോക്കുന്നത്. ഇപ്പൊ നോവ അടുത്തേക്ക് വരുന്നത് നമ്മുടെ മാർഗരറ്റ് പെട്ടെന്ന് തന്നെ നോവയെ കൺട്രോൾ ചെയ്യും. അവന്റെ മൈൻഡ് അകത്ത് കയറിയിട്ട് ഇപ്പൊ എങ്ങനെയാണ് അവൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നതെന്നല്ലേ. എന്താന്ന് വെച്ചാൽ അവരുടെ മൈൻഡിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരാരാണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ നോവയുടെ മുന്നിലാണെങ്കിലോ മാർഗരറ്റിന് പകരം അവന്റെ ഭാര്യ നിൽക്കുന്ന, അവന്റെ ഭാര്യ അവനോട് സംസാരിക്കുന്ന പോലെയാണ് അവന് തോന്നുന്നത്. അങ്ങനെയാകുമ്പോഴത്തേക്ക് അവർ മാർഗരറ്റിനൊന്നും ചെയ്യത്തില്ല. മാർഗരറ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ കേൾക്കുകയും ചെയ്യും. എന്നിട്ട് നോവ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ അവന്റെ ഗാർഡ്സ് വന്നിട്ട് നമ്മുടെ മാർഗരറ്റിനെ പിടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും നോവ ഇല്ല അവളെ ഇന്ന് ചെയ്യരുതെന്ന് പറയുന്നതും ഈ ഒരു ഗ്യാപ്പിൽ മാർഗരറ്റ് നേരെ ഡാനിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവര് രണ്ടുപേരും ഒരുപാട് കാലം മുമ്പേ പരിചയപ്പെട്ടതുപോലെ അതുപോലെ രണ്ടുപേരും നോക്കി ഇപ്പോൾ ഡാനിനെ കൂട്ടി ആ ഒരു ബസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങും. വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്, അവിടെയുള്ള ഗാർഡുകളെല്ലാം ഇവരെ രണ്ടുപേരും തടഞ്ഞു നിർത്താണ്. അപ്പോൾ നമ്മുടെ മാർഗരറ്റ് എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് അവരെല്ലാവരെയും ഇതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് അവരുടെ എല്ലാവരുടെയും വീക്ക്നെസ് എന്താണ് ആ ഒരു കാര്യം മനസ്സിലാക്കി അവരെല്ലാവരെയും കൺട്രോൾ ചെയ്ത് അവിടെ തന്നെ നിർത്തിയിട്ട് നമ്മുടെ ഡാനിനെ കൊണ്ട് നേരെ ആ ഒരു കാറിലേക്ക് കയറി മാർഗരറ്റ് സിമ്പിളായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇവര് രക്ഷപ്പെട്ടു പോയതിനു ശേഷമാണ് നോവയും അവന്റെ ടീമും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്താണ്, രണ്ടുപേരെയും പിടിക്കാനായിട്ട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ട് കാറിൽ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ മാർഗരറ്റ് ഡാനിനോട് പറയുന്നത് എനിക്ക് ഒരു പവർ എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. അന്ന് ആ ഒരു പക്ഷിയെ കണ്ടതിന് ശേഷമാണ് ഇതുപോലെയല്ല എനിക്ക് സംഭവിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നിന്നെപ്പറ്റിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി.
അങ്ങനെ നമ്മുടെ മാർഗരറ്റിന് സംഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം അവൾ പറയുമ്പോഴത്തേക്കും ഡാൻ പറയും, അതെ, ഞാനും ആ ഒരു കാടിനുള്ളിലേക്ക് പോയിട്ട് ആ മൃഗങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് ഏലിയൻ ലാംഗ്വേജ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഈ സംഭവിക്കുന്ന കാര്യങ്ങളിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നെല്ലാം ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ട് അപ്പോൾ അവസാനം ഒരു റെയിൽവേ ഗേറ്റിന് മുന്നിലായിട്ട് കാർ കൊണ്ട് നിർത്തും. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ പുറകിലൂടെ വരുന്ന നോവയുടെ ഒരു സഹായി അവൻ തന്റെ കാർ കൊണ്ടുവന്നിട്ട് ഇവരുടെ കാറിന്റെ പിറകിലേക്ക് ഒരു ഒറ്റയിടി, എന്നിട്ട് ഇടിച്ചിടിച്ച് ഇപ്പോൾ ട്രെയിനും വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ട്രെയിനിലേക്ക് കൊണ്ടിടിക്കാൻ പോവാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ കഴിയുന്നത്ര രീതിയിൽ ബ്രേക്ക് അടിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അവസാനം ഇവരുടെ കാർ ആ ഒരു ട്രെയിനിന്റെ ഒരു ഭാഗത്തേക്ക് കുടുങ്ങിയിട്ട് ഇപ്പോൾ കാറും വലിച്ചെടുത്തുകൊണ്ടാണ് ട്രെയിൻ പോകുന്നത്. ഇപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കും രണ്ടുപേരും കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, എതിർവശത്തെ ട്രാക്കിലൂടെ വേറൊരു ട്രെയിൻ വരുന്നു. എന്റെ പൊന്നുമക്കളെ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും മരിക്കും. അങ്ങനെ രണ്ടുപേരും കാറിന്റെ മുകളിലേക്ക് കയറിയിട്ട് ആ ഒരു ട്രെയിനിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ സഹായി ഉണ്ടല്ലോ, ഈ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതിന്റെ അടുത്തൂടെ തന്നെ മറ്റൊരു വഴിയുണ്ട്. ആ വഴിയെ വന്നിട്ട് ഇവരെ മുകളിലേക്ക് കയറാതെ ഷൂട്ട് ചെയ്യുന്നു. കാരണം ഇവരെ രണ്ടുപേരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതേ സമയം എതിർവശത്ത് ട്രെയിനും വരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെയോ ഒരു അവസരത്തിൽ ഈ ഒരു ട്രെയിൻ ഇടിക്കുന്നതിന് മുന്നേ രണ്ടുപേരും ഇവർ പോകുന്ന ആ ഒരു ട്രെയിനിന് മുകളിലേക്ക് ചാടി കയറിയിട്ട് ഇപ്പോൾ അതിനകത്തേക്ക് ചാടി ഇറങ്ങും. ഒരു കുഴപ്പമില്ലാതെ രണ്ടുപേരും രക്ഷപ്പെട്ടു. അങ്ങനെ അതിനകത്ത് കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ മാർഗരറ്റിന് ആ ഒരു ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ അവളുടെ അച്ഛൻ എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നത്. ഇപ്പൊ അതേ അസുഖം അവൾക്കും ഫീൽ ചെയ്യുന്നതും അവളുടെ കൈയെല്ലാം പെട്ടെന്ന് വിറയ്ക്കുന്നുണ്ട്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ശ്വാസം നല്ലതുപോലെ എടുക്കാൻ കഴിയുന്നില്ല. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഡാൻ ഉണ്ടല്ലോ, അവനാണ് അവളുടെ കൈ പിടിച്ചു വെച്ചിട്ട് അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ സമാധാനിപ്പിച്ച് അവളെ ആശ്വസിപ്പിച്ച് ഇവര് രണ്ടുപേരും സേഫായിട്ട് ആ ഒരു ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ഹ്യൂഗോ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു വലിയ വീട് നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണെന്ന് അറിയത്തില്ല, സേഫായിട്ട് കഴിയാനാണോ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതേ സമയം പെട്ടെന്ന് തന്നെ നോവ ഹ്യൂഗോയുടെ മൈൻഡിൽ കയറുന്നു, അവനെ കൺട്രോൾ ചെയ്യും. അപ്പൊ ഈ കാര്യം നമ്മുടെ ഹ്യൂഗോയ്ക്ക് മനസ്സിലായി. എന്നിട്ടിപ്പോ എന്താണ്, രണ്ടുപേരും ആ ഒരു മനസ്സിൽ സംസാരിക്കാൻ തുടങ്ങാണ്. ഇപ്പോൾ നമ്മുടെ ഹ്യൂഗോ ഉണ്ടല്ലോ, അവനോട് നോവ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ഈ ഒരു കാര്യം, ആ രഹസ്യങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യം ഉടനെ തന്നെ നിർത്തണം. അതൊരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ഒരു മനുഷ്യന്റെ നാശത്തിന് തന്നെ കാരണമാവെന്ന് പറയുമ്പോൾ ഹ്യൂഗോ പറയും, ആദ്യം ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. പക്ഷെ നീ ആ ഒരു ഏലിയനെ പിടിച്ചു വെച്ച് അതിനെ ഉപയോഗിക്കുന്ന രീതി, അതിനെ കഷ്ടപ്പെടുത്തുന്നത്, അതിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി നീ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന്. കാരണം അതിലൊരു ഏലിയനുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. അവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഭൂമി ഒരിക്കലും നശിപ്പിക്കാനല്ല ഇവിടേക്ക് വന്നത്, വേറെ ഏതോ ഒരു കാരണം കൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തിയതെന്ന്. ഇതുകൂടി കേൾക്കുമ്പോഴത്തേക്കാണ് നോ ഒരു കാര്യം പറയുന്നത്, ഓ അപ്പോൾ 5 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ഏലിയനെ രക്ഷപ്പെടാൻ അനുവദിച്ചത് നീയാണല്ലേ എന്ന് പറയുന്നത് ഹ്യൂഗോ പറയും, അതെ, ഇനി ഒരിക്കലും നിനക്ക് എന്നെ തടയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നോ പറയും, പക്ഷെ നീ ഒരു കാര്യം മനുഷ്യനെ അറിയിച്ചാലും ഒരു കാര്യമില്ല. കാരണം ഈ ഒരു ഏലിയൻസിന് എപ്പോൾ വേണമെങ്കിലും നമ്മളെല്ലാവരെയും നശിപ്പിക്കാൻ കഴിയും. അത് ഒരു നിമിഷം കൊണ്ട് അവരെ എതിർക്കാനുള്ള ആ ഒരു ടെക്നോളജി നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ആ ഒരു ശക്തിയിലേക്ക് മനുഷ്യരൊരിക്കലും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഹ്യൂഗോ പറയും, പക്ഷേ അവരൊരിക്കലും മനുഷ്യരെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളാണെങ്കിലോ കഴിഞ്ഞ 79 വർഷമായിട്ട് അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുമല്ലാതെ നീ നടത്തിക്കൊണ്ടുപോകുന്ന ഏലിയൻ ടെറർ ക്യാമ്പ്, ആ ഒരു കാര്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള തീരുമാനം ഒരിക്കലും നീ എടുക്കാൻ പാടില്ല, അതിനി ജനങ്ങൾ തീരുമാനിക്കണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ റൂമിനകത്തേക്ക് ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ടുപേര് കയറി വരുന്നതും നമ്മുടെ ഹ്യൂഗോ ഓടി വന്ന് അവരെ രണ്ടുപേരെ പുറത്തേക്ക് പറഞ്ഞുവിടാണ്, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനു മുന്നേ തന്നെ നോവ ഹ്യൂഗോയുടെ മൈൻഡിൽ നിന്ന് വെളിയിലേക്ക് വന്നു. അതുമല്ല അകത്തേക്ക് കയറി വന്ന ആ ഒരു രണ്ടുപേരുണ്ടല്ലോ, അവരാരാണെന്നുള്ള കാര്യം അവരുടെ ഫേസ് നോവയുടെ മനസ്സിൽ പതിഞ്ഞത് കൊണ്ട് അവരാരാണെന്നുള്ള ആ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ അവര് രണ്ടുപേരും നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ, അല്ലെങ്കിൽ അവരുടെ ഫോണുള്ള ആ ഒരു ലൊക്കേഷൻ, അത് എവിടെയാണെന്ന് നോവ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചാൽ എന്താണ്, ഹ്യൂഗോ ഉള്ള ആ ഒരു സ്ഥലവും നോവയ്ക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഈ ഒരു ഡിവൈസ് ഒരുപാട് തവണ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നോവയ്ക്ക് ഇപ്പോൾ ഒട്ടും വയ്യ. എന്നാലും അവൻ അടുത്ത കാര്യത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ നമ്മുടെ മാർഗരറ്റും ഡാനും ഇവര് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഒരു നരി ഉണ്ടല്ലോ, അതിങ്ങനെ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് അത് കുറേ നേരം ഇവരെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നതും ഇപ്പോൾ കുറെ ഫയർ എഞ്ചിനുകൾ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ഇവരെ ചുറ്റി വളയുമ്പോൾ ഡാൻ വിചാരിക്കും ഇനിയിപ്പോൾ നോവയുടെ ആളുകളാണെന്ന്. ഇവരാണെങ്കിലോ പെട്ടെന്ന് നമ്മുടെ ഡാനിനെ പിടിച്ചു മാറ്റി അവന് ചെക്കെല്ലാം ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അത് നമ്മുടെ ഹ്യൂഗോ അയച്ച ആളുകളാണെന്ന്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൊണ്ട് നേരെ ഹ്യൂഗോ ഉള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു ഫയർ എഞ്ചിൻ വലിയൊരു ഗോഡൌണിനകത്തേക്ക് കയറുന്നതും ഇപ്പൊ അതിനകത്തെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി അവിടെ കാത്തു നിൽപ്പുണ്ട്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ ഹ്യൂഗോയ്ക്കും ഭയങ്കര അത്ഭുതമായി. അതുപോലെ മാർഗരറ്റ് ആണെങ്കിലോ അവിടെയുള്ള ഓരോരുത്തരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവള് മനസ്സിലാക്കിയെടുക്കാണ്. അതുമല്ല ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അവള് തിരിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മാർഗരറ്റിനെ ഒരു സർപ്രൈസ്. വേറൊന്നുമല്ല, അവള് കുട്ടിക്കാലത്ത് ജനിച്ച് വളർന്ന് കളിച്ച് വലുതായ ആ ഒരു വീടുണ്ടല്ലോ അത് അതേപോലെ തന്നെ ഇവരെല്ലാവരും കൂടി റീക്രിയേറ്റ് ചെയ്തേക്കുന്നു.
അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഹ്യൂഗോയെ കാണുമ്പോഴത്തേക്കും ഹ്യൂഗോ ഫോൺ വിളിച്ചിട്ട് ഒരു വീട് പണി നടക്കുന്നതിനകത്ത് ചുറ്റി നടക്കുന്നത് പോലെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഞാൻ വിചാരിച്ചു ഇവൻ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കർ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മുടെ മാർഗരറ്റിന് വേണ്ടി അവളുടെ ആ ഒരു പഴയ വീട്, അതിൽ ഒരു സാധനം പോലും മിസ്സാവാതെ അത്രയും തുല്യമായിട്ട് എല്ലാ കാര്യവും റീക്രിയേറ്റ് ചെയ്തു വെച്ചേക്കാണ്. ഇപ്പോഴാണ് ഹ്യൂഗോ പറയുന്നത്, നിങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്ന ആ ഒരു പവർ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മുടെ മാർഗരറ്റിൻ്റെയും അതേപോലെ തന്നെ ഡാനിൻ്റെയും കുട്ടിക്കാലത്തേക്ക് പോകണം. എന്നാലേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവളുടെ കുട്ടിക്കാലത്ത് അവൾ ജീവിച്ചു വളർന്ന ആ ഒരു വീടുണ്ടല്ലോ, അത് അതുപോലെ തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ മാർഗരറ്റ് ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ പഴയ കാലത്തിലേക്ക് ഒരിക്കലും പോകാൻ താല്പര്യമില്ല, അതെന്നെ ഓർമ്മിപ്പിക്കരുതെന്നല്ല അവൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാർഗരറ്റിന് കുട്ടിക്കാലത്ത് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതും പറഞ്ഞ് മാർഗരറ്റ് പെട്ടെന്ന് ആ ഒരു വീടിനകത്തേക്ക് കയറി ഡോർ അടയ്ക്കുന്നതും അതിനകത്തുള്ള അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ കാണുമ്പോഴത്തേക്കാണ് അവൾ വീണ്ടും കുറച്ച് സമാധാനമായിട്ട് ഇപ്പോൾ അവളുടെ റൂമിനകത്തേക്ക് കയറി പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഓരോ കാര്യങ്ങളും, ഈ മുറിക്കകത്തുള്ള ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാർഗരറ്റിനെ ഒരു 10 വയസ്സുള്ളപ്പോൾ അവളെ പെട്ടെന്ന് കാണതായിരുന്നു. ആ ഒരു സംഭവമെല്ലാം നമ്മുടെ ഹ്യൂഗോയ്ക്ക് അറിയാം. അതേപോലെ തന്നെ നമ്മുടെ ഡാൻ ഉണ്ടല്ലോ, അവനും ഏകദേശം ഒരു 6-7 വയസ്സുള്ളപ്പോൾ അവനെയും കാണാതായി. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരും കാണാതായ ആ ഒരു സമയത്ത് ഏലിയൻസുമായിട്ട് ഇവർക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടിക്കാലത്തേക്ക് വീണ്ടും പോകണം. ആ ഒരു പഴയ ഓർമ്മകളുണ്ടല്ലോ, അതിലേക്ക് വീണ്ടും തിരിച്ചു പോയാൽ മാത്രമേ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും ഇവരുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ ഹ്യൂഗോയ്ക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഇവർ മുന്നേ പിടിച്ചു വെച്ചിരുന്ന ഒരു ഏലിയൻ ഉണ്ട്, അതിലൂടെയാണ് ഹ്യൂഗോയ്ക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർ സമ്മതിക്കുന്നതും ഹ്യൂഗോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നോവയുടെ സ്ഥലത്ത് നിന്നും കാണാതായിട്ടുള്ള ആ ഒരു ഏലിയൻ ഡിവൈസ് ഉണ്ടല്ലോ, അതിലൊരു ഡിവൈസ് ഹ്യൂഗോയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, മറ്റൊന്ന് നമ്മുടെ ഡാൻ്റെ കയ്യിലും ഒരെണ്ണം നോവയുടെ കയ്യിലും. ഇപ്പോൾ ഹ്യൂഗോയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡിവൈസ് കൊണ്ടുവന്ന് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ കൊടുത്തിട്ട്, രണ്ടുപേരും ഇതിൽ പിടിച്ചോ, എന്നിട്ട് നിങ്ങളുടെ പഴയ ആ ഒരു ഓർമ്മയിലേക്ക് നിങ്ങൾ പോ, അതും പാസ്റ്റിലേക്ക് പോ. ഇപ്പം ആ ഒരു ഡിവൈസ് വർക്കാവുന്നതും ഇവർ രണ്ടുപേരും അവരുടെ കുട്ടിക്കാലത്തിലേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ, ഹീറോയിന് 10 വയസ്സുള്ളപ്പോൾ അവൾ അവളുടെ മുറിയിലിരുന്ന് പാട്ടെല്ലാം പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് റൂമിനകത്തേക്ക് ഒരു വലിയ മാൻ, അതേപോലെ തന്നെ അവൾ കണ്ട ആ ഒരു ചുവന്ന കിളി, പിന്നെ ഒരു കുറുക്കൻ, ഇത് മൂന്നും വരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും യഥാർത്ഥത്തിലെ മൃഗങ്ങളല്ല, മനുഷ്യരൂപം സ്വീകരിക്കാതെ മൃഗങ്ങളുടെ രൂപം സ്വീകരിച്ച ഏലിയൻസ് ആണ്. എന്നാലേ മനുഷ്യരെ ഇവരെ കണ്ട് പേടിക്കാതിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർഗരറ്റിനെ വിളിച്ച് ഈ ഒരു ഏലിയൻസ് കാടിനുള്ളിലുള്ള ഒരു വീടിനകത്തേക്ക് കൊണ്ടുപോവാണ്. അതും ഒരുപാട് വെളിച്ചമുള്ള ഒരു വിചിത്ര വീട്. അപ്പോൾ സത്യത്തിൽ അതൊരു വീടല്ല, അതൊരു ഏലിയൻ്റെ സ്പേസ് ഷിപ്പാണ്. ഇപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മാർഗരറ്റിനെ അങ്ങനെ കൊണ്ടുപോയിട്ട് അതിനകത്തുള്ളൊരു റൂമിനകത്തേക്ക് അവളെ കൊണ്ടുപോയി ഒരു ബെഡിലേക്ക് ഇങ്ങനെ കിടത്തുന്നതും അതിനടുത്തായിട്ട് തന്നെ വേറൊരു ചെറിയ പയ്യനുണ്ട്, അവനെയും ഇതേപോലെ കൊണ്ടുവന്നതാണ് സത്യത്തിൽ. അതായിരുന്നു നമ്മുടെ ഡാൻ. അങ്ങനെ ഇവര് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അപ്പോൾ നമ്മുടെ മാർഗരറ്റ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം പെട്ടെന്ന് മാർഗരറ്റിന്റെ അടുത്തേക്ക് ഒരു ഏലിയൻ വരുന്നു. അങ്ങനെ ഇവിടെ കാണിക്കുന്നൊരു ട്രാൻസിഷൻ ഉണ്ട്, നിങ്ങൾ ഈ ഒരു കാര്യം ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാകും, അതേ സീനാണിത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഏലിയൻ സത്യത്തിൽ ഇവരെ ഉപദ്രവിക്കാൻ കൊണ്ടുവന്നതല്ല, മനുഷ്യരെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ ഒരു ഏലിയന്റെ ഡിവൈസ് വെച്ചിട്ട് ഇവരുടെ രണ്ടുപേരുടെ ഉള്ളിലേക്ക് എന്തോ ഒരു പവർ അത് കയറ്റുന്നുണ്ട്, അത് കണ്ണിലൂടെ. എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുപോലെയാണ് കാണിക്കുന്നത്. അതിനുശേഷമാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു പവർ ഉണ്ടല്ലോ, നമ്മുടെ ഹീറോയും മാർഗരറ്റിനും അതേപോലെ തന്നെ ഹീറോ ഡാനിനുള്ള ആ ഒരു പവർ, അത് രണ്ടും അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു സത്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും പെട്ടെന്ന് മനസ്സിലാക്കുന്നതും നമ്മുടെ മാർഗരറ്റ് അങ്ങനെ എഴുന്നേറ്റിട്ട്, എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാ കാര്യങ്ങളും, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹ്യൂഗോയ്ക്ക് നല്ല സന്തോഷമായി. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ നോവയുടെ ആളുകൾ അവിടേക്ക് വന്ന് ചുറ്റി വളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാവരും ഈ ഒരു ഗോഡൌണിനകത്തേക്ക് കയറുന്നതും ഇവർ കയറി നിൽക്കുമ്പോൾ ആ ഒരു വീടും അവിടെയുള്ള വണ്ടികൾ ഇതൊന്നും അവിടെ ഇല്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ സത്യത്തിൽ അതെല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ ഹീറോയിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഏലിയൻ ഡിവൈസ് ഉണ്ടല്ലോ, അത് അവൾ കയ്യിൽ പിടിച്ചതുകൊണ്ടാണ് ഈ ഒരു പവർ അവൾക്ക് കിട്ടിയത്. കാരണം അവൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് മറയ്ക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ മറയ്ക്കാൻ കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാൻ കഴിയും. ഇപ്പോൾ ഹീറോയും പറയും, ശരി എല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ ഇതേ പതിയെ വെളിയിലേക്ക് ഇറങ്ങി പോകാൻ പറയുന്നതും ഇപ്പോൾ നോവയുടെ ആളുകൾക്ക് ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. അപ്പോഴാണ് നോവ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ഡിവൈസിന്റെ വെളിച്ചമുണ്ടല്ലോ, അത് മാത്രം അവന് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അതിനടുത്തേക്ക് പോകാൻ പറയുന്നതും ഒരുപാട് പേര് നടന്നു വന്ന് മുന്നിലേക്ക് വരുമ്പോൾ ആ ഒരു വീട്ടിലിടിച്ചിട്ട് അവർ ഡോർ എവിടെയെന്ന് അറിയത്തില്ലല്ലോ, പെട്ടെന്ന് താഴെ വന്ന് വീഴുന്നു. അതേപോലെ തന്നെ ഒരു വശത്തേക്ക് ആളുകൾ ഓടിപ്പോകുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരെല്ലാവരും അവിടെയുള്ള ഫയർ എഞ്ചിൻ ഉണ്ടല്ലോ അത് സ്റ്റാർട്ട് ചെയ്യുക അതിലേക്ക് കയറിയിട്ട്. നോവയുടെ ആളുകൾക്കാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല, പക്ഷേ വലിയ വണ്ടിയുടെ ശബ്ദമെല്ലാം കേൾക്കുന്നു. എല്ലാവരും പേടിച്ച് നിൽക്കുന്നതും അവരുടെ ഇടയിലൂടെ തന്നെ ആ ഒരു ഫയർ എഞ്ചിൻ ഓടിച്ച് നമ്മുടെ ഹീറോയിനും ടീമും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. ഇവർക്ക് ആർക്ക് എന്താണെന്ന് മനസ്സിലാവാതെ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. അപ്പോൾ നോവയ്ക്ക് മനസ്സിലായി ആ ഒരു ഏലിയൻ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാവരും രക്ഷപ്പെട്ട് പോയതെന്ന്. അങ്ങനെ ഇവിടെ നിന്നും എല്ലാവരും പോകുന്നത് എവിടേക്കെന്ന് നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ
അവിടേക്കാണ്. കാരണം ഈ ഏലിയൻസിനെ പറ്റിയുള്ള എല്ലാ വിവരവും ലോകത്തുള്ള എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടേക്ക് പോകുന്നത്. എന്നിട്ട് ഹീറോയിന്റെ ബോസിനടുത്തേക്ക് ചെന്നിട്ട് ഇന്ന് ഞാനാണ് ന്യൂസ് വായിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. പെട്ടെന്ന് അയാളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് ഹീറോയിൻ അതിന് സമ്മതിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹ്യൂഗോ ആണെങ്കിലോ ഈ ഒരു ബിൽഡിങ്ങിന്റെ പിറകിലേക്ക് വന്ന് എന്തോ ഒരു വലിയ ബോക്സ് വണ്ടിയിൽ കൊണ്ടുവരാൻ പറയും. അവർ അവിടേക്ക് കൊണ്ടുവരുന്നു. ഹീറോ ആണെങ്കിൽ നേരെ ഇതിന്റെ ഈ ഓഫീസിലെ മറ്റൊരു മുറിക്കകത്തേക്ക് വന്നിട്ട് അവന്റെ കയ്യിലുള്ള ഓരോ പെൻഡ്രൈവിലെയും ഫയലും കാര്യങ്ങളെല്ലാം ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. കുറേ GB ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും. അവൻ വെയിറ്റ് ചെയ്ത് ഓരോ ഫയലായിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നോവയാണെങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവന്റെ ടീമിനെ കൂട്ടി ഒരു ബിൽഡിങ്ങിന് വെളിയിലേക്ക് വന്നു. ഈ ഒരു ന്യൂസ് ഓഫീസറിന്റെ വെളിയിലേക്ക് വന്നിട്ട് അവരെല്ലാവരും അകത്തേക്ക് കയറി തോക്കെല്ലാം കാണിച്ചിട്ട് എല്ലാവരും തടയും. അതേപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിന്റെ പല ഭാഗങ്ങളിലും ഈ പവർ വരുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് അവിടെയെല്ലാം ബോംബെല്ലാം വെച്ചിട്ട് മൊത്തത്തിൽ എല്ലാവരും നശിപ്പിക്കാൻ പോവാണ്. കാരണം ഈ ഒരു കാര്യം ഒരിക്കലും വെളിയിൽ അറിയരുത്. ഇതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു ഫയൽസ് എല്ലാം പൂർണ്ണമായിട്ടും ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തു. ഇനി അത് ടെലികാസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഹീറോയിനും റെഡിയായിട്ട് ഈ ഒരു ന്യൂസ് വായിക്കാനായിട്ട് വന്നിരിക്കുന്നതും നോവ അവിടേക്ക് വന്ന് ഇനിയൊന്നും കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ഹീറോയിൻ നമ്മുടെ ഡാൻ ഉണ്ടല്ലോ, അവൻ അവസാനമായിട്ട് അവന്റെ കയ്യിലിരുന്ന ആ ഒരു ഡിവൈസ് നമ്മുടെ ജെയിൻ അവിടേക്ക് വന്നിരുന്നു. അതുകൊണ്ട് ആ ഒരു ഡിവൈസ് മാർഗരറ്റിന്റെ കയ്യിൽ കൊടുത്ത് ഇപ്പോൾ മാർഗരറ്റ് ആ ഒരു ഡിവൈസ് വെച്ച് അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതും അതും ആ ഒരു ഏലിയൻ ഡിവൈസ് വെച്ച് പ്രവർത്തിക്കുന്നതും ഇവർ ഓഫ് ചെയ്ത ആ ഒരു പവർ ഉണ്ടല്ലോ അതെല്ലാം തിരിച്ചു വരികയാണ്. കാരണം ആ ഒരു ഡിവൈസിന് അത്രയും പവർ ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു ഓഫീസിൽ മൊത്തമായിട്ട് പവർ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നോവയ്ക്കും വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവനും അവന്റെ തോൽവി അംഗീകരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ഒരു ന്യൂസ് വായിക്കാൻ തുടങ്ങുന്നു. 1973 റഷ്യയിലെ ഏലിയൻ സ്പേസ് ഷിപ്പ് വന്നതെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതുമല്ലാതെ 1943 മുതൽ തന്നെ ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതുമല്ല പല നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യരുമായിട്ട് ഏലിയൻസിന് കണക്ഷൻ ഉണ്ടായിരുന്നതായിട്ടും മനുഷ്യരുമായിട്ട് അവർ സന്ദേശങ്ങൾ പങ്കിട്ടതായിട്ടും മനുഷ്യരെയും കാട്ടി 1000 മടങ്ങ് കൂടുതലുള്ള ടെക്നോളജിയാണ് അവരുടെ കയ്യിലുള്ളതെന്നും ഈ കാര്യങ്ങളെല്ലാം പറയും. അതേപോലെ തന്നെ കഴിഞ്ഞ 70 വർഷമായിട്ട് ഭൂമിയിലുള്ള ചില ശക്തിയുള്ള മനുഷ്യരെ ആ ഏലിയൻ ടെക്നോളജി എല്ലാം മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന ഏലിയൻസിനെ പിടിച്ചു വെച്ച് അവരെ കഴിഞ്ഞ 79 വർഷമായിട്ട് അവരിൽ പല പരീക്ഷണങ്ങളും നടത്തി അവരെ ക്രൂരമായിട്ടും പല പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമായിരുന്നു. പക്ഷെ ഇന്നാണ് ആ ഒരു ഡിസ്ക്ലോഷർ ഡേ. ഈ ഒരു സത്യം ആരെ കൊണ്ടും ഇനി മറയ്ക്കാനും കഴിയത്തില്ല, മാറ്റാനും കഴിയത്തില്ല എന്നും പറഞ്ഞ് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡാൻ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫയലുകളുണ്ടല്ലോ അതെല്ലാം പ്ലേ ചെയ്ത് കാണിക്കുന്നതും ഇതെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും തന്നെ നമ്മൾ സത്യമാണോ ഇല്ലെന്ന് ചിന്തിച്ചു പോകും. കാരണം അതുപോലെയുള്ള ഫൂട്ടേജുകളാണത്. എന്താണെന്ന് വെച്ചാൽ ആകാശത്തോടെ ഏലിയൻ ഷിപ്പ് പറക്കുന്നത്, അതിനെ ഫോളോ ചെയ്തു പോകുന്ന യുദ്ധവിമാനങ്ങൾ, ഇങ്ങനെ ഈ ലോകത്ത് ഇതുവരെയും മനുഷ്യർ കാണാത്ത ഏലിയൻസിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളുണ്ടല്ലോ. ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നതും ഈ കാര്യങ്ങളെല്ലാം ഇതിൽ ഏലിയൻസിനെ ഇവർക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഈ ഏലിയൻസ് തമ്മിൽ എന്തോ ഒരു ഫൈറ്റ് ഭൂമിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ തമ്മിൽ സംഭവിച്ചിരുന്നു. അതിൽ അവരുടെ ഒരു ഷിപ്പ് തകർന്ന് ഏതോ ഒരു സ്ഥലത്തേക്ക് വീഴുമ്പോഴത്തേക്കാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ പട്ടാളക്കാരെ ഈ അപകടം പറ്റിയ ഏലിയൻസിനെല്ലാം അതുപോലെ അതിൽ മരിച്ച ഏലിയൻസ് ഇതിനെല്ലാം എടുത്തുകൊണ്ട് പോയി. അതുമല്ല ആ ഒരു ഏലിയൻസിനെല്ലാം നല്ലതുപോലെയാണ് അവർ കൊണ്ടുപോയത്. ഇവരോടൊപ്പം പോയ ഏലിയൻസ് ഒരിക്കലും വിചാരിച്ചില്ല ഇവരെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ട് ആ ഒരു ഏലിയൻസിനെല്ലാം പിടിച്ചു വെച്ച് വർഷങ്ങളോളം ഇവർ പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കി, അതും ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവരെല്ലാവരും ലോകത്ത് നിന്ന് മറച്ചു വെച്ചത്. ഇപ്പൊ ഈ ഒരു സത്യങ്ങളെല്ലാം മനുഷ്യരെല്ലാവരും കാണുന്നതും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വിശ്വസിക്കാൻ പാടായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെയാണ് അവർ മറ്റൊരു കാര്യം കൂടി തെളിയിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂഗോ ഒരു വണ്ടിയിൽ വലിയൊരു ബോക്സ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നല്ലോ, അത് നേരെ ഈ ഓഫീസിനകത്തേക്ക് അങ്ങനെ കൊണ്ടുവരുന്നു. അത് എന്തോ മൂടി വെച്ചതുപോലെ വലിയൊരു രൂപ അതിനകത്തുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ആ ഒരു ബോക്സ് അല്ലെങ്കിൽ ആ ഒരു മൂടി അത് തുറന്ന് മാറ്റുന്നതും എന്താണെന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വലിയ ഏലിയൻ, അതും വയസ്സായിട്ടുള്ളൊരു ഏലിയൻ. ഈ ഏലിയൻ ആരാണെന്ന് നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ഹീറോയ്ക്കും അറിയാം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ലൈവായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാവരും ആ ഏലിയൻ പറയുന്ന കാര്യം എന്താണെന്ന് ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എന്തോ ഒരു വലിയ കാര്യം പറയാൻ വരുന്നുണ്ട്. ഇപ്പൊ അവസാനം ആ ഒരു ഏലിയൻ അങ്ങനെ വന്നിട്ട് ഡാനിന്റെ ചെവിയില് അതിന്റെ ഭാഷയിൽ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഡാനിന് അതിന്റെ ഭാഷ മനസ്സിലാവുമല്ലോ. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിന്റെ ചെവിയിൽ അവൻ എന്താണോ മനസ്സിലായത് ആ ഒരു കാര്യം ഹീറോയിന്റെ ചെവിയിൽ പറയുന്നത്. ഹീറോയിൻ വീണ്ടും ലൈവിലേക്ക് ആ ഒരു ക്യാമറയുടെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് എല്ലാവരെയും നോക്കി ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ വന്നിട്ട് ആ ഒരു ക്യാമറയിൽ നോക്കി ഒരു കാര്യം പറയും, ലിസൺ, എല്ലാവരും കേൾക്കൂന്ന്. ഇത്ര ഒരു കാര്യം പറയുന്നതും പെട്ടെന്ന് ഈ മൂവിയോടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഒരു കൺഫ്യൂഷനോടെയാണ് ഈ മൂവിയോടെ അവസാനിക്കുന്നത്. കാരണം അവസാനത്തെ ആ ഒരു കാര്യം ഒരുപക്ഷെ ആ ഒരു ഏലിയൻ എന്തായിരിക്കും പറയാൻ വന്നത്, അതെന്താണെന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. അങ്ങനെയാണ് ഈ ഒരു സംവിധായകൻ അവസാനിപ്പിച്ച് വെച്ചേക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു ഏലിയൻ പറയുന്നത് ഇതായിരിക്കാം, മനുഷ്യനെ ഒരിക്കലും അപകടത്തിലാക്കാനല്ല ഏലിയൻസ് ഇവിടേക്ക് വന്നത്, നിങ്ങളെപ്പറ്റി പഠിക്കാനാണെന്നോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിലും ചിന്തിക്കാം.
ഇത്രയും കാലം ഇവരെ അടച്ചു വെച്ചതുകൊണ്ട് ഒരുപക്ഷെ യഥാർത്ഥ ഏലിയനുമായിട്ടുള്ള ആ ഒരു ഇത് ഇനിയാണ് തുടങ്ങാൻ പോകുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇതിലേതാണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മൂവി ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഏജന്റ് കിം റീആക്ടിവേറ്റഡ് ആ ഒരു സീരീസ് ഇപ്പോൾ ചെയ്ത് കഴിയാറായി. ഇനിയിപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് ഉണ്ടല്ലോ, ലാസ്റ്റത്തെ 2 എപ്പിസോഡുണ്ട്. അത് ഇനിയിപ്പോൾ നെറ്റ്ഫ്ലിക്സ് റിലീസാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതുമായിട്ട് ഉടനെ തന്നെ വരാം. അതിനിടയിൽ നല്ല മൂവീസ് കിട്ടുവാണെങ്കിൽ അതും ചെയ്യാം. സീരീസ് കഴിഞ്ഞിട്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് കാണുന്നത് വരെയും ബൈ.